ഹായ്, SP ഉള്ളിലാണ്. എൻ്റെ നാട്ടിലെ പഞ്ചായത്ത്, അല്ലെങ്കിൽ ഞാൻ കൂടി വോട്ടറായിട്ടുള്ള അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, എൻ്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ പഞ്ചായത്താണ്. കഴക്കൂട്ടത്തിന് സമീപം കണിയാപുരത്താണ്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭരണ പ്രതിപക്ഷ കയ്യാങ്കളി അരങ്ങേറിയാണ്. എന്താണ് ആ കയ്യാങ്കളിക്കുള്ള കാരണം? അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ നാട്ടുകാർ കൂടി അറിയണമല്ലോ. സോഷ്യൽ മീഡിയ എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ഈ കയ്യാങ്കളിയെ സംബന്ധിച്ചുള്ള വമ്പനായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട്, ഇരവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് സംഭവവികാസമെന്ന് നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുണ്ടല്ലോ. എന്ത് വിഷയത്തിലും നമ്മൾ സത്യം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സമൂഹത്തോട് പറയാവുള്ളൂ. അതൊരു നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് ഒരിടത്തും പറയാൻ ഞാൻ ശ്രമിക്കാറില്ല. അതിനുവേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചാലും തയ്യാറാകില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭരണ പ്രതിപക്ഷവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ന്യായമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. നിലവിലെ പുതിയ ഭരണസമിതിയിലെ പ്രസിഡന്റായിട്ടുള്ള അർച്ചനയുടെ മകൻ എന്താണ് പഞ്ചായത്തിലെ ഭരണത്തിൽ കാര്യമെന്നുള്ള ശക്തമായിട്ടുള്ള ചോദ്യം ഉയർന്നു കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്താണ് മകന്റെ പേര് ഇതിലേക്ക് ഉയർന്നു വരാൻ കാരണം. കാര്യം ഇപ്പോൾ ഈ കയ്യാങ്കളിയിലേക്ക് എത്തിയത് മകന്റെ ഇടപെടലാണ്. നിലവിൽ ശ്രീപാദം വാർഡിലെ ഇടതുപക്ഷത്തിന്റെ വനിതാ മെമ്പർ കൂടിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ ഈ പറയുന്ന പ്രസിഡന്റിന്റെ മകനും സംഘവും ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അവർ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അത് പോലീസ് സ്റ്റേഷനിൽ കേസായിട്ടുണ്ട്. തിരിച്ചും പ്രസിഡന്റിനെ ആക്രമിച്ചു എന്ന രീതിയിൽ പ്രസിഡന്റ് കേസ് കൊടുത്തിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സംഭവവികാസം അന്വേഷിച്ച് വരുമ്പോൾ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതായത് ശ്രീപാദം വാർഡിലെ കുടിവെള്ള പ്രശ്നമുണ്ടായി. അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന്റെ നിലവിലെ വാർഡായിട്ടുള്ള അവിടുത്തെ മെമ്പറായിട്ടുള്ള ലക്ഷ്മി ദേവി അവരുടെ നേതൃത്വത്തിൽ നേരത്തെ ഈ വാർഡിലെ ഗുരുതരമായിട്ടുള്ള കുടിവെള്ള പ്രതിസന്ധിയെ തുടർന്ന് വലിയ പ്രതിഷേധ സമരം, സെക്രട്ടറിയെ ഉപരോധിക്കുന്നു. അങ്ങനെ ആ പേരിലെല്ലാം പഞ്ചായത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ, വലിയ വാർത്തകൾ വന്നിരുന്നു. അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഭരണസമിതിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഈ LDF നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തുകൊണ്ട് നടന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇതിനെ സംബന്ധിച്ച് അവിടെ അടി നടന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഈ പറയുന്ന വാർഡിൽ, ശ്രീപാദം വാർഡിലെ മെമ്പറായിട്ടുള്ള ഈ ലക്ഷ്മി ദേവിയെ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മീറ്റിങ്ങിന് വിളിക്കുകയാണ്, ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിന്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവർ പഞ്ചായത്തിലേക്ക് വന്ന സന്ദർഭത്തിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്നതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പോയി ഈ പറയുന്ന ലക്ഷ്മി ദേവിയുടെ വാർഡിൽ പോയി. അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നത് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരികയാണ്. ആ വെള്ളം കൊണ്ടുവന്ന് നേരെ ജനങ്ങൾക്ക് കൊടുക്കുന്നിടത്ത് പോയി ഈ വെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ ഓസ് എടുത്ത് കൈവച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ഒന്ന് ആലോചിക്കുക, അതേ വാർഡ് മെമ്പർ ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് വിളിച്ച് ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പഞ്ചായത്തിൽ വന്ന സന്ദർഭത്തിൽ അവരെ അവിടെ ഇരുത്തിയിട്ട് നേരെ പോയി ഇവർ ഈ കുടിവെള്ള വിതരണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഫോട്ടോ പ്രചരണം, മീൻസ് ക്രെഡിറ്റ് എന്നുള്ളൊരു ഉദ്ദേശമാണല്ലോ, അത് ഞങ്ങളാണ് വിതരണം ചെയ്തത് എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രചരിപ്പിച്ചതിന് ശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഈ ശ്രീപാദം വാർഡിലെ വാർഡ് മെമ്പർ ഇത് കണ്ടു. അവർ നിലവിൽ പഞ്ചായത്തിൽ ഇവർ വരാൻ വേണ്ടിയും മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനെ തിരിച്ചു വന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഈ കാണിച്ചത് മോശമല്ലേ? അതായത് ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ ആകുമ്പോൾ അവിടെ നിങ്ങൾ കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിന് പോകുമ്പോൾ എന്നെ കൂടി അറിയിച്ചിട്ട് ഞാനും കൂടി പങ്കെടുക്കുന്നതല്ലേ മാന്യത? സ്വാഭാവികമായിട്ട് അതാണ് മര്യാദ. കാര്യം നമ്മൾ എന്ത് വിഷയം എടുത്താലും ഭരണപക്ഷം ആയിക്കോട്ടെ, പക്ഷേ ജനപ്രതിനിധികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ടൗൺഷിപ്പ് വയനാട് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ അതിൻ്റെ ചാവി കൈമാറുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കൽപ്പറ്റ MLA ആയിട്ടുള്ള T. സിദ്ദിഖ് കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ ആ വേദിയിൽ ഒരു മുഖ്യ അതിഥിയെ പോലെ തന്നെ ഇരുത്തി ആ വേദിയിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കൊപ്പം സംസാരിച്ചത് T. സിദ്ദിഖ് മാത്രമാണ്. അതെന്താണ് കാണിച്ചത്? ടൗൺഷിപ്പ് സർക്കാർ നടപ്പിലാക്കിയതല്ലേ, T. സിദ്ദിഖിനെ ഒഴിവാക്കി കൂടെയായിരുന്നു? ഇല്ലല്ലോ. അതാണ് പ്രതിപക്ഷ ബഹുമാനം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തില്ലേ? സ്വാഭാവികമല്ലേ? അതാണ് ആ
പറയുന്ന ഈ നമ്മുടെ ശ്രീപാദം വാർഡിൽ സംഭവിച്ചത്. അവരുടെ വാർഡിലെ ജനങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്യുമ്പോൾ അവരെ വിളിച്ച് പഞ്ചായത്ത് ഇരുത്തിയതിന് ശേഷം അവിടെ പോയി ഈ ഫോട്ടോ എടുത്തിടുന്ന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന പരിപാടി ഒരു വില കുറഞ്ഞ തരം താഴ്ന്ന പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ചെയ്തത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത വിഷയമാണ് പിന്നീട് എന്തായത് ഈ കയ്യാങ്കളിയിൽ കലാശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ചോദ്യം ചെയ്തതിനെ പ്രസിഡന്റിന്റെ മകൻ കയറി ഹെഡ് ചെയ്ത് ചോദിച്ചു. അതായത് അവരുടെ അമ്മയ്ക്കെതിരെയാണല്ലോ ആക്ഷേപം വരുന്നത്. ഈ മകൻ അവിടെ പഞ്ചായത്തിന്റെ ഭരണ കാര്യവുമായി ബന്ധപ്പെട്ട് സർവ്വ സമയവും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്ത് നിന്നുള്ളവർ ഉന്നയിക്കുന്നുണ്ട്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ. കാര്യം ഇപ്പോൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിംഗ് പ്രസിഡന്റിനെ പോലെ തന്നെ മകൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതെന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണ്? ഭരണസമിതി അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ കാര്യനിർവഹണത്തിന് കുടുംബാംഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഏതെങ്കിലും അത്യാവശ്യത്തിന് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ സകല കാര്യങ്ങളും ചെയ്യാൻ മകനെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടിയ അധികാരം ഈ കുടുംബ വാഴ്ച പോലെ ആക്കുന്ന ഒരു രീതി ശരിയല്ല തന്നെ. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് സംഭവത്തിൽ ദൃസാക്ഷികളായിട്ടുള്ള മറ്റൊരു BJP മെമ്പർ കൂടി അവിടെ ഉണ്ടായിരുന്നു. അവരും കൂടി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേട്ടപ്പോഴാണ് ചില വസ്തുതകൾ മനസ്സിലായത്. അതിനെയാണ് പിന്നീട് രാഷ്ട്രീയമായി വക്രീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തത്? ഈ പ്രസിഡന്റ് ഈ ഒരു അവിടെ പ്രസിഡന്റിന്റെ മകൻ സംസാരിച്ച സന്ദർഭത്തിൽ ആരുമായിട്ടും ഈ ശ്രീപാദം വാർഡിലെ ദേവി ലക്ഷ്മിയായിട്ട് സംസാരിച്ച സന്ദർഭത്തിൽ അത് അവരോട് തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ പറയുന്ന ദേവി ലക്ഷ്മിയുടെ മകൻ അവരെ അവിടെ വിളിക്കാൻ വേണ്ടി ബൈക്കിൽ വെയിറ്റ് ചെയ്തപ്പോൾ അമ്മയോട് തട്ടിക്കയറുന്ന കണ്ടു. അവർ തിരിച്ചു ചോദിച്ചു. അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങളെല്ലാം നടന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ അർച്ചന എന്ന പ്രസിഡന്റിന്റെ മകനാണ് ആദ്യമായിട്ട് പ്രസിഡന്റിനോട് ചോദിച്ച ചോദ്യത്തിന് എന്തിനാണ് മകൻ അഭിപ്രായം പറയേണ്ടത്? മകന് പഞ്ചായത്തിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? ആ അഭിപ്രായം പറഞ്ഞെടുത്താണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന രണ്ടുപേരുടെയും മക്കൾ, അതായത് ഇതിൽ പ്രതിപക്ഷ മെമ്പറായിട്ടുള്ള നമ്മുടെ ലക്ഷ്മി ദേവിയുടെ അവരുടെ മകൻ അവിടെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവരൊന്ന് ചോദിക്കുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ കശപിശ ഉണ്ടാകുന്നതാണ് അവിടെ ഉണ്ടായ വിഷയമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിലേക്ക് അടുത്തേക്ക് ഓടി വന്ന സന്ദർഭത്തിലാണ് സ്വന്തം സാരിയിൽ ചവിട്ടി പ്രസിഡന്റ് അവിടെ വീണു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ വസ്തുത എനിക്കറിയില്ല, അതിന്റെ CCTV ദൃശ്യമൊന്നും കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ്. അങ്ങനെ അവിടെ വീണതാണ്. പിന്നീട് അവരുടെ അടിവയറ്റിൽ ചവിട്ടിയെന്നോ അവരെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില ഈ കാപട്യങ്ങളൊക്കെ കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊരു മോശം കാര്യമാണ് ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും. സ്ത്രീ എന്നൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ കാര്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു ശരിയായ പ്രവണതയല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഈ കയ്യാങ്കളിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ പ്രൈമായിട്ടുള്ള കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവിടെ പ്രതിപക്ഷത്തെ അവഗണിച്ചിട്ട് ക്രെഡിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അവിടെ ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് നടന്നത്. ആ ഫൈറ്റിലൂടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് മുൻതൂക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്വതന്ത്രനെയും കൂടി പിന്തുണച്ചാണ്, നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രനെയും കൂടി പിന്തുണച്ചുകൊണ്ടാണ്, BSP സ്ഥാനാർത്ഥിയോട് പിന്തുണച്ചുകൊണ്ടാണ് ഭരണസമിതി അധികാരത്തിലേറിയിട്ടുള്ളത്. അതൊന്നും ഒരു കാര്യമല്ല. ജനങ്ങളാണല്ലോ ഇതെല്ലാം മാൻഡേറ്റ് കൊടുക്കുന്ന ഒരു കാര്യം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കുടുംബവാഴ്ച പോലെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെ സംബന്ധിച്ച് പ്രസിഡന്റിനോട് പ്രതിപക്ഷത്തുള്ളവർ ചോദിക്കുന്നതിന് മകൻ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു ശരിയായ പ്രവണത അല്ല എന്ന് 100% പറയേണ്ടി വരികയാണ്. ഇപ്പോൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്ന അത് മകനാണെന്നുള്ള ആക്ഷേപം ഉയർന്നു വരികയാണ്. തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ. അങ്ങനെ മകനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയത്തിൽ ശരിയായ രീതിയല്ല. അങ്ങനെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾ ജയിപ്പിച്ചത് അർച്ചനയും തുടർന്ന് പാർട്ടിയായിരിക്കും അർച്ചനയെ അവിടെ പ്രസിഡന്റായി ഏൽപ്പിച്ചത്. അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം, കാര്യം പാർട്ടിക്കാർക്ക് പോലും റോളില്ലാത്തിടത്ത് കുടുംബക്കാർ അല്ലെങ്കിൽ മകൻ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതും കുടിവെള്ളമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ വീഴ്ച സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മറികടക്കാൻ ഇങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയ പരിക്ക് പറ്റിയെന്ന രീതിയിലൊക്കെ നാട്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം. പ്രസിഡന്റ് വീണു എന്നുള്ളത് വസ്തുതയാണ്. അത് ആരും അടിച്ചു
തള്ളിയിട്ടതല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും കൂടുതൽ വിശദീകരിക്കാനുണ്ടെങ്കിൽ വിശദീകരിക്കട്ടെ. ഇതിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്ന പ്രതിപക്ഷത്തിന്റെ വാർഡ് മെമ്പറായിട്ടുള്ള ലക്ഷ്മി ദേവിയും എന്തോ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അവർക്കും ഈ പറയുന്ന കശപിശക്കിടയിൽ എന്തോ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊക്കെ മുന്നോട്ട് പോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ 4 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ തീയില്ലാതെ പുകയുണ്ടാകില്ല. അങ്ങനെ മകനൊക്കെ അവിടെ വന്ന് കാര്യങ്ങൾ നോക്കുന്ന രീതിയിലും പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങളിൽ മകൻ കയറി അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതൊക്കെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയകളിൽ കുടുംബവാഴ്ചയില്ല. അങ്ങനെ മക്കളാണ് അമ്മയ്ക്ക് പകരം ശബ്ദമാകേണ്ടതല്ല. പിൻസീറ്റ് ഡ്രൈവിംഗ് അല്ല, മുൻസീറ്റ് ഡ്രൈവിംഗ് തന്നെയാണ് നടക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരുമ്പോൾ അവരുടെ കഴിവനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്കും അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചൊന്നും ഇതുവരെ മറ്റു കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷേ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. ആലുമൂട് വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ കയ്യാങ്കളിയുടെ യാഥാർത്ഥ്യങ്ങൾ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ഈ 2 പക്ഷക്കാരൻ നാട്ടിലുള്ളവരും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരും തന്നെയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ ഉയർന്നു വന്ന കാര്യം വളരെ കൃത്യമാണ്. അത് ഒരു വർക്കിംഗ് പ്രസിഡന്റും നോൺ വർക്കിംഗ് പ്രസിഡന്റും പോലെ കുടുംബത്തിൽ നിന്നുള്ള ഒരു രീതി നടപ്പാക്കുന്നത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്.